അനീഷ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. എൻ്റെ സീസണിലെ വിന്നർ എനിക്ക് സമ്മാനം തന്നു എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നെങ്കിൽ സ്ത്രീവിരോധി എന്ന ടാഗ് ലൈനോട് കൂടിയിട്ടാണ് അനീഷ് വീട്ടിലെത്തിയത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. മനസ്സിൽ അസൂയം കുശുമ്പുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വെച്ചാൽ പോലെ എന്തിനാ നാട്ടുകാരെ കാണിക്കാണ്ടെങ്കിൽ ഒരു പോസ്റ്റിൽ ഇതും കൂടി കൂട്ടിക്കയർത്തി സ്ത്രീവിരോധിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിൽ യാതൊരു മാറ്റവും അനീഷിന് വന്നിട്ടില്ല. സീസൺ 7ന്റെ ചരിത്രം അനുമോളുടെ പേരിൽ തന്നെ എഴുതപ്പെടും. സീസൺ 50 ആയാൽ പോലും മൂടികൾ പലയിടങ്ങളിലായിട്ട് അഴിഞ്ഞു വീഴുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ. ഇതെന്റെ തോന്നലാണോ? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അത്ര. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിബിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഫണ്ണി വീഡിയോ കേട്ടോ, നിങ്ങളൊരു തമാശക്ക് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ അത് ഹൈപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ അല്പസമയം വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ വൈകുന്നേരം. ആ സമയത്ത് ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വന്നു. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. ഞാൻ ആ സെന്റൻസ് ഒന്നുകൂടി വായിക്കാം കേട്ടോ. മൈൽസ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിന്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളും ഈ പുരസ്കാരം നൽകിയത്. അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. എനിക്ക് ഇത് വായിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വന്നു. അത് അന്ന് അനു കാണാൻ വന്നപ്പോഴേ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഴ്സണലായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അടുത്തുകൂടി വായിക്കാം കേട്ടോ. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്ന് സ്വന്തം നിങ്ങളുടെ അനീഷ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ കുശുമ്പുള്ളത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഉണ്ടല്ലോ, ഒരാൾ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയാണ് കമൻറ്റ് ഇട്ടത്. ആ സ്ത്രീയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടോ, പക്ഷെ ഞാൻ പറയുന്നില്ല. ആ സ്ത്രീ കമൻറ്റ് ഇട്ടത് പെണ്ണുങ്ങൾക്ക് ഭയങ്കര പെണ്ണുങ്ങളോട് ഭയങ്കര കുശുമ്പാന്ന്. എൻ്റെ പൊന്നു ചേച്ചിയാണോ കുട്ടിയാണോ എന്നറിയില്ല, എന്താണെങ്കിലും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കുണ്ട്. ഈ കമൻറ്റ് ഇത് പോസ്റ്റ് എനിക്ക് വായിച്ചപ്പോൾ ചിരി വന്ന്, അയ്യോ, ടെലിവിഷൻ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അനുമോളും തന്ന ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ്. ഇപ്പോഴും ബിഗ് ബോസ് സീസൺ 7ന്റെ വിന്നറാണ് അനുമോളെന്ന് അംഗീകരിക്കാനായിട്ട് പുള്ളിക്ക് പറ്റിയിട്ടില്ലെന്നേ, നമ്മുടെ അനീഷേട്ടന്. ഇപ്പോഴും പുള്ളി സ്വയം എന്താ പറയുക, ബിഗ് ബോസിന്റെ വിന്നറാണെന്ന് ധരിച്ചിരിക്കാൻ തോന്നുന്നു. അനീഷയെ ബിഗ് ബോസ് കഴിഞ്ഞു, കപ്പും കിട്ടി. കപ്പും കൊണ്ട് കിട്ടേണ്ടവര്, യോഗ്യതയുള്ളവര്, അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവര് കപ്പും കൊണ്ട് വീട്ടിലേക്ക് പോയി. അനീഷ് ഇപ്പോഴും ഉണർന്നിട്ടില്ല. അതാ 2 മാസം കഴിഞ്ഞാൽ 8 വരാൻ പോവാണ്. അതിന് കണ്ടസ്റ്റൻസിനാണെങ്കിൽ കോളും കാര്യങ്ങളും പോയിട്ടുണ്ട്. 5-6 പേരെ സെലക്റ്റും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അനീഷ് ഇപ്പോഴും 7ൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് കപ്പ് കിട്ടും, ലാലേട്ടൻ എൻ്റെ കൈ പിടിച്ചു എത്തും, ലാലേട്ടൻ എന്നെ വിളിക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കാൻ തോന്നുന്നു. എന്താല്ലേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതെൻ്റെ തോന്നലാണോ? നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോസ്റ്റ്? ഞാൻ ഇവിടെ നിന്ന് വെക്കാം, നിങ്ങൾ എന്നെ വായിച്ചോ. ഇത് പോസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒട്ടും അസൂയം കുശുമ്പും ഇല്ലാലേ. ടെലിവിഷൻ കോമഡി പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരു കുട്ടി എനിക്ക് തന്നു എന്ന് പറയാനായിട്ട് ഒട്ടും ഒരു ഇത് തോന്നിയില്ല. അതിലും എത്രയോ നല്ലതായിരുന്നു. ബിഗ് ബോസ് സീസൺ 7ന്റെ എൻ്റെ കൂടെ മത്സരിച്ച എൻ്റെ സീസണിലെ വിന്നർ എനിക്ക് സമ്മാനം തന്നു എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നെങ്കിൽ ആ വിന്നറെ ഒന്ന് എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യുക അല്ലേ ഒരു എന്താ പറയുക, നല്ലൊരു മനസ്സിൻ്റെ ഉടമക്ക് തോന്നേണ്ടത്. അതായത് നമ്മൾ എത്ര നന്മമരം, എത്ര നല്ലതാണെന്ന രീതിയിൽ അഭിനയിച്ച് നിന്നാലും എവിടെയെങ്കിലും നമ്മുടെ സ്വഭാവം എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ വരും. അതാണ് അനീഷിൻ്റെ വന്നിരിക്കുന്നത്. അനീഷ് ഡേ 1 മുതൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ആ ബാഡ്ജ് തട്ടിപ്പറിക്കുമ്പോൾ മുതൽ അനീഷിൻ്റെ ഒരു ചേഞ്ച്, അത് കപ്പ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കപ്പ് അനുമോള് മേടിക്കുന്നത് വരെ ആ ഒരു ഗെയിം പുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇറങ്ങിയിട്ടും കളിയിൽ ഒരു വ്യത്യാസമല്ല, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്മമരം കളിച്ചതും നന്മമർ നിന്നതും പുണ്യാളനായി നിന്നതൊക്കെ പുണ്യാളൻ്റെ മുഖമൂടികൾ പലയിടങ്ങളിലായിട്ട് അഴിഞ്ഞു വീഴുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ.
എൻ്റെ തോന്നലാണോ? നിങ്ങൾക്ക് എന്താ തോന്നി പോസ്റ്റ് കണ്ടപ്പോൾ? ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയിരുന്നു എന്നുള്ളൊരു ഇത് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അസൂയ കുശുമ്പ് എന്ന് പറയുന്ന സംഭവം ഉള്ളത് കൊണ്ടല്ലേ? എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന കുറേ എണ്ണങ്ങൾ വരും, അനീഷേട്ടൻ അങ്ങനെ എഴുതിയാലെന്താ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ അനുമോളുടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, എനിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് അത്ര ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നേ ഞാൻ കരുതുള്ളൂ. ഞാൻ നല്ല സാമാന്യം ഉള്ളവരൊക്കെ അങ്ങനെ കരുതത്തുള്ളൂ. വലിയ എഴുത്തുകാരനാണ്, വലിയ സാഹിത്യം പറയുന്നതാണ്. സാഹിത്യം പറയുമ്പോഴും ഒരുപാട് നിർവൃതി അതൊക്കെയാണ്, അതൊക്കെ തന്നെ പോസ്റ്റിലും കുത്തി കയറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിർവൃതിയിൽ അംഗീകരിക്കപ്പെട്ട എന്താ പറഞ്ഞേക്കണേ, എന്തോ പറഞ്ഞല്ലോ, അംഗീകരിക്കപ്പെട്ടതിൻ്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. തീർച്ചയായും ആ നിർവൃതിയിൽ നിൽക്കുമ്പോൾ എന്തിനാണ് അവിടെ ആ കുശുമ്പും കുന്നായ്മയും ഈ വിഷം ചീറ്റലും ഒക്കെ വെക്കുന്നത്? അംഗീകരിച്ചില്ലേ, അപ്പം അതിനൊരു ഇത് കിട്ടുകയല്ലേ, പ്രൈസ് കിട്ടുകയല്ലേ, അംഗീകാരം കിട്ടുകയല്ലേ. അപ്പോഴെങ്കിലും ആ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒന്ന് സന്തോഷിച്ച്, ഒന്ന് ചിരിച്ച്, ആ മനസ്സിലെ എന്താ പറയുക, അസൂയ കുശുമ്പ് ദുഷിപ്പൊക്കെ ഒന്ന് മാറ്റി ബിഗ് ബോസ് സീസൺ 7 വിന്നർ എനിക്ക് കപ്പ് എനിക്ക് പ്രൈസ് തന്നു എന്ന് പറയാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ പൊന്നനീഷേ. പോട്ടെ, ഇതെല്ലാം പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് എനിക്കതല്ലെന്ന് ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു കാര്യം, അനീഷിന് ഒന്നാമത്തെ സ്ത്രീവിരോധിയാണ്. സ്ത്രീവിരോധി എന്ന ടാഗ് ലൈനോട് കൂടിയിട്ടാണ് അനീഷ് വീട്ടിലെത്തിയത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ അവസാനം ഇപ്പോഴേക്കും ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി വരാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, സ്ത്രീവിരോധിയൊന്നുമില്ല, എനിക്ക് സ്ത്രീകളെയൊക്കെ എല്ലാവരും എൻ്റെ അമ്മ പെങ്ങന്മാരാണെന്നൊക്കെ പറഞ്ഞ് പെങ്ങന്മാരെ ഉണ്ടാക്കി, അനീത്തിമാരുണ്ടാക്കി, ചേച്ചിമാരുണ്ടാക്കി, എല്ലാവരും ഉണ്ടാക്കി സ്ത്രീകളെ ഭയങ്കരമായിട്ട് പോയിട്ട് പൂജിച്ചൊക്കെ ഇറങ്ങിപ്പോയ അനീഷ് ഇപ്പോഴും സ്ത്രീവിരോധിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിൽ യാതൊരു മാറ്റവും അനീഷിന് വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്, അല്ലെങ്കിൽ നമ്മളെ തുടർന്ന് കാണിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ഒരു പോസ്റ്റായിട്ടാണ് കേട്ടോ എനിക്കിത് തോന്നിയത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും, ഇനി എൻ്റെ തോന്നലിൻ്റെ പ്രശ്നമാണെങ്കിലോ അഭിപ്രായം എന്താണെങ്കിലും അന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. ബോസിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ ഇൻട്രോയിൽ തന്നെ പറയുന്നത് സ്ത്രീവിരോധിയാണെന്ന്. ഈ സ്ത്രീവിരോധിക്ക് തന്നെ സ്ത്രീകളെ കൊണ്ട് അംഗീകാരം കൊടുപ്പിക്കാനായിട്ട് മൈൽ സ്റ്റോണിൻ്റെ തോന്നിയ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു മനസ്സ് അല്ലേ. ഇതൊക്കെ കണ്ടിങ്ങനെ കോമഡി കളിച്ച് ഞാൻ ചിരിച്ചിരിക്കുന്ന സമയത്താണ് അനുമോളുടെ ഒരു പോസ്റ്റ്, വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. തീർച്ചയായും അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. സത്യം, അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് ജനങ്ങൾ അംഗീകരിച്ച ഒരു വിജയമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും ബിഗ് ബോസിൽ മത്സരിച്ചവർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റാത്തത്? ഇത് ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോഴും പറയുന്നത്. കൂടെ മത്സരിച്ചവർക്ക് അവർക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു അസൂയ കുശുമ്പ് എന്തിനാണ്? അവർക്കാണ് കിട്ടാൻ യോഗ്യത, അതുകൊണ്ട് അവർക്ക് കിട്ടി. ഒരു വിന്നറല്ലേ ഉണ്ടാവുള്ളൂ, ഒരു വിന്നറേ ഉണ്ടാവത്തുള്ളൂ. ആ വിന്നറെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നേ എന്തിനാണ് ഈ അസൂയം കുശുമ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷെ മോശോട്ടാ. അത് എന്നാൽ മനസ്സിൽ അസൂയം കുശുമ്പുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ വെച്ചാൽ പോലെ എന്തിനാ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു പോസ്റ്റിൽ ഇതും കൂടെ കൂട്ടിക്കലർത്തി നാട്ടുകാരെ കൂടി അറിയിക്കുന്നതിന് ശേഷം മോശം. അനുവിൻ്റെ മറ്റൊരു പോസ്റ്റാണ്, എന്നെ ചെറുതായി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരാലും കഴിയില്ല. ഇപ്പോഴും എനിക്ക് അനുങ്ങളോട് പറയാനുള്ളത്, എന്തിനാണ് ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നത്? കൂടെ മത്സരിച്ചവർ എങ്ങനെയാണ് കളിച്ചതെന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് അറിയാവുന്നതാണ്. അനുവിന് തന്നെ അറിയാം, ഓരോ കണ്ടസ്റ്റൻസിൻ്റെ സ്വഭാവം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പിന്നെ എന്തിനാണ് എന്തോ വലിച്ചു വാരി അവരെന്തോ ഇങ്ങനെ പോസ്റ്റിൽ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് അത് മനസ്സിൽ വെച്ച് വിഷമിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഇടുന്നതെന്നാണ്. അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ ആവശ്യമില്ല. കാരണം അനുമോളെ അംഗീകരിച്ചവരാണ് ഭൂരിപക്ഷം ആൾക്കാർ. ഇല്ലേ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അനുമോളെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രേക്ഷകരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് അനുമോളുടെ വീട്ടിൽ കപ്പിരിക്കുന്നത്, അനുമോൾക്ക് കപ്പ് കിട്ടുന്നത്, ബിഗ് ബോസ് സീസൺ 7 ടൈറ്റിൽ വിന്നറായി അനു മാറിയിരിക്കുന്നത്. സീസൺ 7 ചരിത്രം അനുമോളുടെ പേരിൽ തന്നെ എഴുതപ്പെടും. എത്ര വർഷം കഴിഞ്ഞാലും, ഇപ്പോൾ എത്ര സീസൺ കഴിഞ്ഞാലും, ഇപ്പോൾ സീസൺ 50 ആയാൽ പോലും, അപ്പോഴൊക്കെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയില്ല, എത്ര ഇത് കഴിഞ്ഞാൽ പോലും സീസൺ 7 എന്ന് പറയുന്ന വിന്നർ അനുമോളാണ്. അത് ചരിത്രം എഴുതപ്പെട്ടതാണ്. അത് കൂടെ മത്സരിച്ച കുറച്ച് പേര് അത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ വലിപ്പക്കുറവാണ്. അത് മനസ്സിൽ വെച്ച് അത് വിഷമിച്ച് എന്തിനാണ് അനു
അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അംഗീകരിക്കാത്തവർ അംഗീകരിക്കേണ്ട. അവരുടെ മനസ്സിലെ ദുഷിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വലിപ്പം ഇങ്ങനെയൊക്കെ നാട്ടുകാർ മുന്നിൽ അവർ നമ്മളെ അറിയിക്കുകയാണ്. അവർ അറിയിക്കട്ടെ, അവരുടെ വിഷമം ദേഷ്യമൊക്കെ അവർ ഇങ്ങനെ അറിയിച്ച് തീർക്കട്ടെ. എനിക്ക് കിട്ടേണ്ടത് എല്ലാം കിട്ടി. ട്രോഫി, കാറ്, പ്രൈസ്, മണി. അതിലും വലുതായി ജനങ്ങളുടെ സ്നേഹം. ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങി കിടക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് 4 മാസമായി ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. PR കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നെ വിന്നറാക്കിയത്. നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഒരു സീസണിലെ വിന്നറെ അംഗീകരിക്കാനായിട്ട് ഫാൻസിനൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ ആഗ്രഹിച്ചത് മറ്റൊരാൾ വിന്നർ ആവണം എന്നൊക്കെ ആയിരിക്കും പല ഫാൻസും, അവരെ സപ്പോർട്ട് ചെയ്ത ഫാൻസൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക. ആർമിക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളിവിടെ പുറത്ത് ഫൈറ്റും തല്ലുകൊടുത്തൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷേ അത് എങ്കിലും എല്ലാ സീസണും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ മത്സരാർത്ഥികളാണ് ഫാൻസിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടിയല്ലോ, അത് മതി, കപ്പിനേക്കാൾ വലുത് എനിക്ക് നിങ്ങളുടെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നീട് ഒരിക്കലും ഒരു വിന്നറെ താത്തിക്കെട്ടി ഒരാളും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് സീസൺ 7 മത്സരാർത്ഥികൾക്ക് മാത്രം, അത് ടോപ്പ് 5 ഫസ്റ്റ് റണ്ണറപ്പാണെന്നും കൂടി നിങ്ങൾ ഓർക്കണം കേട്ടോ. എന്താ അല്ലേ, എനിക്ക് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ശരിയാവുന്നത്. കാരണം ഇതിന് വലിയ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അനീഷിൻ്റെ ഓരോ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ പോസ്റ്റ് പറഞ്ഞ പോലെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല അസൂയം കുശുമ്പുള്ളത്, ആണുങ്ങൾക്കും തല നിറച്ചുണ്ട്. പക്ഷെ അസൂയ കുശുമ്പെന്ന സംഭവം പെണ്ണുങ്ങൾക്ക് മാത്രം തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എന്നാൽ അവകാശിക സ്ത്രീകൾ മാത്രമല്ല, അങ്ങനെ ഇപ്പോൾ തള്ളിക്കറിയേണ്ട. ഞങ്ങൾ പുരുഷന്മാരും അത് ഒട്ടും കുറവല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും കാണിക്കട്ടെ. അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.